നമസ്കാരം, ഞാൻ കുമാരൻ സാജി ടിമ്പേഴ്സിൽ നിന്നാണ്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മരം വെള്ളകിൽ. കേട്ടിട്ടുണ്ടാവും. വെള്ളകിൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് സീഡാർ എന്ന് പറയും. ആ ഫാമിലിയിൽ അത് ശരിക്കും പറഞ്ഞാൽ ചന്ദനത്തിൻ്റെ ഫാമിലിയാണ്. മണമുണ്ട്, നല്ല മണമുള്ള മരമാണ്. അതിൽ 3 ഇനങ്ങളുണ്ട്: വെള്ളകിൽ, കാരകിൽ, ചോന്നകിൽ. 3 തരം മരങ്ങളുണ്ട്. എൻ്റയർലി ഡിഫറൻ്റാണ്, കളറ് ഒക്കെ വ്യത്യാസമാണ്. ചോന്നകിൽ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ചുവന്ന നിറമാണ്. വെള്ളകിൽ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഷെൽ വൈറ്റ് കളറാണ്, ആനക്കൊമ്പ് കളറാണ്. അതേപോലെ കാരകിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ആ മാതിരിയുള്ള ഒരു കളറാണ് കാരകിൽ. അത് വളരെ ചുരുക്കമാണ്, കൂപ്പ് കിട്ടുമ്പോഴേ അത് കൂടുതലായിട്ട് കാണുകയുള്ളൂ. ഈ വെള്ളകിൽ സാധാരണ ഉപയോഗിക്കാറ് പാനലിങ്ങിലാണ്. മുൻകാലങ്ങളിൽ ജ്വല്ലറികളും അതേപോലെ വലിയ വലിയ ഷോപ്പുകളും പാനൽ ചെയ്യാൻ ഇത് സൂപ്പറാണ്. കാരണം ഇത് ലൈറ്റ് വെയ്റ്റാണ്. ചെറിയ കൊത്തുപണികളൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. വെള്ളകിലും ചോന്നകിലും ചെറിയ തോതിൽ ഫർണിച്ചർ പണികൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ കോണിയുടെ ഹാൻഡ് റെയിൽ, അതേപോലെ കോണിയുടെ പാനലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മരങ്ങളാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള മരമാണ്. ചോന്നയിൽ അത്ര ഗുണം പോരാ, എന്നാലും ഇതേപോലെ ചെറിയ തോതിൽ ഫർണിച്ചറുകൾക്ക് ഉപയോഗിക്കുന്ന മരമാണ് ചോന്നയിൽ. പിന്നെ ചോന്നയിലിന് മറ്റൊരു പേര് കൂടി പറയും കേട്ടോ, ചന്ദനവേമ്പ്. ചന്ദനവേമ്പ് എന്ന് പറയുന്നത് ചോന്നയിലാണ് കേട്ടോ. എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്, മിനുസുള്ള മരമാണ്. വെള്ളയിലാണ് കൂടുതൽ മിനുസം. ഏറ്റവും ഡിമാൻഡ് വെള്ളയിലും തന്നെയാണ്. കേടുവരില്ല, കുറേ കാലം നിൽക്കും, മണം ഉണ്ടായിരിക്കും. ഈ ചന്ദനത്തിൻ്റെ ഒരു ചെറിയ സാമ്യമുള്ള ഒരു മണം ഇതിനുണ്ട്. കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്തായിരുന്നു എന്നറിയോ? ഈ കള്ള് ഷാപ്പുകളൊക്കെ നടത്തിയിരുന്ന അബ്കാരികൾ അതിൻ്റെ കള്ള് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള, ഇപ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്ന എന്തെന്നാ പറയുക, ആ വലിയ ജാറ ഉണ്ടല്ലോ കള്ള് നിറയ്ക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ, അതിന് പകരം ഈ സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ കാലത്ത് അവരിത് വലിയ വിലയ്ക്ക് ലേലത്തിനെടുത്ത് പോകാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പാനലിങ്ങിനൊക്കെ ഉപയോഗിക്കും, ചെറിയ തോതിൽ ഫർണിച്ചറിന് ഉപയോഗിക്കും. ഇത് പണ്ട് സൈസാക്കിയിട്ട് സ്ലൈസ് ചെയ്ത് കയറ്റി അയച്ചിരുന്നു എന്നാണ് അറിവ്. വെനീർ ഉണ്ടാക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ അപൂർവമാണ് ഈ മരങ്ങൾ. വളരെ തണുപ്പ് കൂടിയ പ്രദേശങ്ങൾ, ഉയർന്ന പ്രദേശങ്ങളിൽ, ഇപ്പോൾ ദേവികുളം, മൂന്നാർ ആ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ തടികൾ കാണുക, കൂടുതൽ അത്തരം സ്ഥലങ്ങളിൽ.